സോ ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S23 ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടോ ചോദിച്ചിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 95% ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഫ്രീ ആയിരിക്കണോണ്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ ഒന്ന് ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ഇത് സാധാരണ മാരത്തെ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് അല്ല. ഇവിടെ ഞാൻ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് 2-3 തവണ ഓടിക്കാനൊന്നും പോകുന്നില്ല. അവിടെ ഗീക്ക് ബെഞ്ചൊന്നും ഞാൻ റൺ ചെയ്യാൻ പോകണ്ടി. അതേമാതിരി ആൻറ്റി ബെഞ്ച് മാർക്കും ഇങ്ങനെ ഫോണിന് നന്നായിട്ട് സ്ട്രെസ്സ് കൊടുത്തിട്ട് അങ്ങനെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ നോക്കണില്ല. എന്തായാലും നമ്മൾ എന്നും ആൻറ്റി സ്കോറും ഗീക്ക് ബെഞ്ച് സ്കോറും CPU ത്രോട്ടിംഗ് ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കില്ലല്ലോ. സാധാരണ യൂസേജിൽ എത്ര ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ടെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം കൂടി പറയാണ്ട്, ഇന്നത്തെ ടെസ്റ്റ് മൊത്തം ഞാൻ വൈഫൈയിലാണ് നടത്തിയിരിക്കുന്നത്. മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തിട്ടില്ല. അഥവാ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാന്ന് വെച്ചാൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കുറവാകും സ്ക്രീൻ ഓൺ ടൈം. അപ്പോൾ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് എടുത്തിട്ട് ഒരു സിനിമ കണ്ടു. സിനിമയുടെ പേരാണ് അങ്കമാലി ഡയറീസ്. 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു. ആ സിനിമ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. കംപ്ലീറ്റ് കണ്ടു ആ സിനിമ. പിന്നെ കുറച്ച് ഫോണിൻ്റെ റിവ്യൂസ് ഇങ്ങനെ കണ്ടു. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഷാഡോ ഫൈറ്റ് 3 പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. അത് സമയം പോകാതിരിക്കുന്ന സമയത്ത് ഞാൻ ഗെയിം കളിക്കാറുണ്ട്. അപ്പോൾ ആ ഗെയിം കുറച്ച് നേരം കളിച്ചു. അപ്പോൾ ഈ ഷാഡോ ഫൈറ്റ് 3 പണ്ട് കളിച്ചിരുന്നൊരു ഗെയിമാണ്. നിങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഗെയിം കളിച്ചു. ഗെയിംസ് കളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ട്വിറ്റർ സ്ക്രോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് റെഡിറ്റ് സ്ക്രോൾ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ബാറ്ററി ഡ്രെയിൻ ചെയ്യാൻ നോക്കി. ഒരു റിയൽ ലൈഫ് ടെസ്റ്റ് മാതിരി വോയിസ് റെക്കോർഡർ യൂസ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ യൂസേജസ് ഒക്കെ ആയിരുന്നു, അത്ര ഹെവി യൂസേജ് ഒന്നും ആയിരുന്നില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇവിടെ സ്ക്രീൻ ഓൺ ടൈം കാണാൻ കിട്ടുന്നത് 15% ആണ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ബാറ്ററി സെക്ഷൻ എടുക്കുക. ബാറ്ററി എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ സ്ക്രീൻ ഓൺ ടൈം 6 hours 15 minutes, ബാറ്ററി യൂസേജ് 83%. കണ്ടില്ലേ? സ്ക്രീൻ ഓഫ് ടൈം 1 hour 47 minutes. ഈ താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ യൂട്യൂബ് 3 മണിക്കൂർ 58 മിനിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം 48 മണിക്കൂർ, ട്വിറ്റർ 26 മിനിറ്റ്, ഷാഡോ ഫൈറ്റ് 3 18 മിനിറ്റ്, പിന്നെ വാട്സാപ്പ് 15 മിനിറ്റ്, പിന്നെ വോയിസ് റെക്കോർഡർ 13 മിനിറ്റ്, ഇങ്ങനെ റെഡിറ്റ് 3 മിനിറ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ യൂസേജ്. അപ്പോൾ ഇങ്ങനത്തെ യൂസേജൊക്കെ ചെയ്തപ്പോൾ എനിക്ക് 6 hours 51 minutes ആണ് കിട്ടിയത് സ്ക്രീൻ ഓൺ ടൈം ഇൻ മൈ സാംസങ് ഗാലക്സി S23. ഇപ്പോൾ മൊബൈൽ ഡാറ്റയും വൈഫൈ ആയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി കുറവാകും സ്ക്രീൻ ഓൺ ടൈം എനിക്ക് കിട്ടുക. പിന്നെ മൊബൈൽ ഡാറ്റ മാത്രമായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കൊരു 4.5 to 5 hours സ്ക്രീൻ ഓൺ ടൈം മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനത്തെ യൂസേജിൽ. ബിക്കോസ് 5G നന്നായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്യും, ഫോൺ ചൂടാവും ചെയ്യും. 4Gയിലാണെങ്കിൽ അത്രയും ഉണ്ടാവില്ല. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോൾ കുറച്ച് നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്, പെട്ടെന്ന് ബാറ്ററി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിൻ ആവും. ഇതായിരുന്നു ചെറിയൊരു ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.